ഹലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു ക്ലീനിങ് വീഡിയോ കണ്ടാലോ? ഇത് എൻ്റെ വീടാണ് കേട്ടോ. വീട്ടിൽ 5-6 മാസമായിട്ട് ആരും താമസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട് നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ മൊത്തം പൊടിയും അഴുക്കും നിറഞ്ഞിരിക്കുകയായിരുന്നു വീട്ടിൽ. നമ്മൾ അങ്ങോട്ട് പോക്കോ ക്ലീനിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറന്നാണ് കേട്ടോ. കണ്ടോ, സിറ്റൗട്ടെല്ലാം പൊടി നിറഞ്ഞു, പൊടി മയമായി സിറ്റൗട്ട് ഫുള്ളും. അപ്പം നമ്മൾ വീട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീമിനെയായിരുന്നു കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടീം വന്നിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന പൊടി അല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ വന്ന് സകല സ്ഥലത്തും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. താഴത്തെ ഫ്ലോറിലാണെങ്കിൽ എലി, ഉറുമ്പ് എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ടീം ഓരോ മുക്കും മൂലയും വരെ അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ജനൽ തുറന്നും. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. ഫ്രിഡ്ജെല്ലാം യൂസ് ചെയ്യാതിരുന്നിട്ട് ആകെ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. കാരണം അവർ അത്രയും സൂപ്പർബായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ തന്നെ അവർ കുറേ മെഷീൻസും സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട് ഫുള്ള് അടിച്ച് വാരി തുടയ്ക്കല്ല, ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ച് സോപ്പൊക്കെ വെച്ച് നല്ലോണം അടിച്ചു വാരി കഴുകി തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കിച്ചണിൻ്റെ എല്ലാം അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ താമസമില്ലാത്ത വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ 2 ദിവസം തന്നെ ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് പൊടി കയറും. നമ്മുടെ വീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടീമിനെ വിളിച്ച് നമ്മളൊരു 6 മന്തൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ട് ക്ലീനായി കിട്ടും. കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ആഫ്റ്റർ ക്ലീനിങ്ങിൻ്റെ ഒരു അവസ്ഥ. എല്ലാ സ്ഥലത്തും ഓരോ റൂമും എല്ലാ ഏരിയയും അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ നോക്കൂ. നേരത്തെ കണ്ട ഫ്രിഡ്ജാണോ ഇപ്പോൾ? ഓക്കെ, ബൈ.